ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുവാണ്. മിൽക്ക് ഷേക്ക് എന്ന് വെച്ചാൽ അതൊരു വെറൈറ്റി ആയിട്ടുള്ള എന്തൊരു സെറ്റപ്പുള്ള മിൽക്ക് ഷേക്കാണ്. ഇൻസ്റ്റാഗ്രാം നമ്മൾ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കും റോസ് മിൽക്ക് വെച്ച ഒരു റെസിപ്പി കണ്ടു. അത് നമ്മൾ അതേപടി തന്നെ കോപ്പി അടിച്ച് നമ്മുടേതായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിചാരിക്കുന്നതിനേക്കാളുമൊക്കെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും അത് നോക്കി കണ്ട് സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കനോളൊന്ന് ക്ലിക്ക് ചെയ്താൽ തുടർന്നുള്ള വീഡിയോസ് ഇതുപോലെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന സാധനമാണ്. ഈ കൊടും വെയിലത്ത് ഈ സാധനമൊക്കെ ഉണ്ടാക്കി കഴിയുകയാണെങ്കിൽ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അതും കൂടാതെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാൻ ലാസ്റ്റ് വരെ കാണുക. ഐ ആം രമേഷ്. വെൽക്കം ടു You move slow and I move fast, and that's facts. Only I can make a change. Slowly take a step today. I will never be the same, 'cause that's what it takes. നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി മാങ്ങ, അടിപൊളി മാങ്ങ, പാല്. നെക്സ്റ്റ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേരെന്താണ്? ജെല്ലി റോസ് മിൽക്ക്. വീഡിയോ എടുക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ്ട. കോൾഡ് പാല് എന്തോ ചേർക്കണം. അത് എരുമപ്പാല് വേണം, പശുമ്പാല് വേണം, ഒട്ടകപ്പാല്. എന്താ? ചായ വെക്കാൻ പാടില്ല. കട്ടൻ ചായ മതി. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊങ്കലാണ്. പൊങ്കലോ? അതിനാണ് ഈ കസുന്ന് റോസ് മിൽക്കും റോസ് മിൽക്കിന്റെ എസൻസ്, കസ്കസ്. എന്നടി എടി, ഇത് എന്തിനാ ബൂസ്റ്റ് ചേർക്കണേ? എന്നതാ? അവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയി പട്ടി. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, അതിന്റെ ഈ ഗൂഗിൾ വരെ പറയൂ എന്താ 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 എന്തോ എന്താ ഗന്ധം തരുന്ന ഗന്ധദ്രവ്യോ. എടി അന്നേ ഈ സാധനം വെച്ചാ ഞാൻ മറ്റേ എള്ളുണ്ട ഉണ്ടാക്കിയത്. കാര്യായിട്ട്. അപ്പൊ ഇത് എള്ളല്ലേ? അപ്പൊ എള്ളല്ലേ? കസ്കസ്, ചൈന ഗ്രാസ്, റോസ് മിൽക്ക് എസൻസ്, മാംഗോ, എല്ലാം റെഡിയാണ്. വെള്ളം, ഭ്രാന്തൊക്കെ പൊട്ടത്തരം കാണിക്കില്ലേ? എന്റെ ചുമ്മാ പറഞ്ഞിട്ട് ചെയ്യും, പടപടാൻ ചെയ്യല്ലേ. ക്യാമറ വെച്ചാ അങ്ങോട്ട് പോകും. നോക്ക്, സ്കെയിൽ വെച്ച് അളന്ന് നോക്കല്ലോ. പാല് തിളയ്ക്കുന്നു. മറുവശത്ത് ചുമ്മാ ഒരു പാത്രം വെച്ചിട്ട് ഗ്യാസ് പോലും കത്തിക്കാതെ പോയിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. എന്റെ റെസിപ്പി സത്യം പറഞ്ഞാൽ ആദ്യം എനിക്കൊന്നും അറിയത്തില്ല, എന്താ ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് എന്തോ കണ്ടിട്ട് ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഒരുത്തെയാണ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ്. എന്തൊക്കെ കെമിക്കലാണോ ഉപയോഗിക്കുന്നത് അറിയുള്ളൂ. ഇത് കെമിക്കൽ കേട്ടോ, ഇത് ചൈന ഗ്യാസ്, ഇത് മറ്റേ റോസ് മിൽക്ക് എസൻസ്. നേരത്തെ പറഞ്ഞു 400 ml of water. हे प्रभु हरि राम कृष्ण जगन्नाथ प्रेमानंद, पानी आ गया.
ഇവിടെ ആരെ നീ ഒന്ന് വീട് എടുക്കും. എന്റെ ക്യാമറ നിങ്ങൾ തല്ലി പൊട്ടിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, പാല് തിളപ്പിക്കുക. തിളപ്പിച്ച് പാല് പൊങ്ങാറാകുമ്പോൾ സിമ്മിൽ വെക്കുക, പിന്നെ സിമ്മ് കൂട്ടി വെക്കുക, കുറച്ച് വെക്കുക. അങ്ങനെ ഒരു കുറച്ച് നേരത്തേക്ക് പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതുപോലെ വെള്ളം തിളപ്പിക്കുക. ഓക്കെ. സത്യത്തിൽ നീ ചായ ഉണ്ടാക്കും. എന്തൊക്കെയോ അപ്പൊ തോന്നുന്നത് എന്താണോ അത് ചെയ്യുക. രണ്ട് സൈഡും പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കുതിര വാല് വിട്ട് ഞാൻ സ്പൂൺ എടുത്ത് അതിന്റെ അകത്ത് ഇട്ടേക്കില്ലേ കേട്ടോ. പെട്ടെന്ന് ഉദ്ദേശത്തെ അതൊക്കെ മതിനെ. നമ്മളിപ്പോ ഇടാൻ പോകുന്നത് ചൈന ഗ്രാസ്. ചൈനക്കാരുടെ ഗ്രാസ് അതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഗ്രാസ് 6 ഗ്രാസ് അങ്ങനെ പച്ചക്കളറല്ലാണ്ട് ഇരിക്കുന്നേ. അതെ, അതല്ലേ ഞാൻ ചോദിക്കുന്നു. തിന്നാലേ തിന്നാൻ ഇത് ഒരു പീസാണോ? ഒരു പീസ് ഇട്, ചെറിയ പീസ് ഇട്. കുറച്ചുള്ളൂ, ഒത്തിരി ഇട്ടാ പിന്നെ അവസാനം ശരിയാവുന്നില്ല. എത്ര പീസ് ഉണ്ട്? ആ കുഞ്ഞു പീസ് ഇട്ടെ. അത്ര ഇടാൻ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഐഡിയ വെച്ചാണ് ചുമ്മാ മനസ്സിലെപ്പോ തോന്നുന്നു ഇതിന്റെ അളവൊക്കെ ഒന്നുമില്ലേ. സിമ്മിൽ വെക്കണം. ഒരു പീസ് എന്നാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പീസിന് എന്തോ പീസാണോ എനിക്ക് അറിഞ്ഞൂടാ. ഒഴുകുന്നോളം വരെ നോക്കി നോക്കണം. ചൂട് ആറി ഉരുകി വരട്ടെ. അപ്പത്തേനും മറിയ നമ്മള് ഒരു മിക്സ് കറോ നമ്മള് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. അളവറിയോ? 3 to 4 drops. എന്നാണ് ഈ കുപ്പിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഇവരെ വിശ്വസിച്ച് നമ്മൾ ഇടാൻ പോകുന്നു. 1 2 3 4 റോസ് കളറായി പോരെ, റോസ് പോരെ. അത് തിളപ്പിച്ച് ആറ് കഴിഞ്ഞ് നിന്ന പരിപാടിയാണ്. ടേസ്റ്റ് നോക്കി നോക്കട്ടെ. ഇത്തിരി ഉണ്ടെങ്കിലും നല്ല ഫ്ലേവർ ആണ്. അതുകൊണ്ട് എന്ത് കെമിക്കലാണെന്ന് അറിയില്ല. ബെറ്റർ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഇത് റെഡി ആവുന്ന സമയത്ത് നമുക്ക് എന്താ ഒഴിച്ചാ പോരെ ജെല്ലി ഉണ്ടാക്കാൻ. ഇതുപോലെ
തിന്നാൻ പറ്റിയാൽ മതി. ഓക്കെ, നമ്മുടെ ജെല്ലി എല്ലാം ഉരുകിയിരിക്കുന്നു ഗൈസ്. കാണാവോ? അപ്പൊ നമുക്ക് ഇതൊക്കെ ആ ഇതിനകത്ത് പച്ചക്കളറ് കണ്ടോ? തന്നെ കാണിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നമ്മള് 4 ഡ്രോപ്സ് ഒഴിക്കുകയാണെങ്കിൽ 1 2 3 4. ഞാൻ 4 ഡ്രോപ്സ് ആണ് ആക്ച്വലി ഒഴിക്കാൻ ശ്രമിച്ചത്. ഇത് നല്ല കളറാണ്. ആദ്യം ചീത്ത പോകാം. എടാ ലൂസ് പാലാകുമ്പോൾ അത് ഡൈലൂട്ട് ആവും. ഒരു കെമിസ്ട്രി പഠിക്കുന്നുണ്ട്. ഡൈലൂഷൻ ആണ് സാച്ചുറേഷൻ ആക്കി ഗൈസ്. സോ യാർ ജെല്ലി എത്ര സമയം എടുക്കും? I think 1 hour. 1 hour. Yeah. ചൈന ഗ്രാസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ജെല്ലി ആയിട്ടിരിക്കും ആ ഒരു സാധനവും. പിന്നെ അത് കഴിഞ്ഞിട്ട് റോസ് മിൽക്കിൻ്റെ എസെൻസ് ആണ്. റോസ് മിൽക്കിൻ്റെ എസെൻസ് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യാൻ മറക്കല്ല. ഇതുപോലെ വീഡിയോസൊക്കെ നമുക്ക് പെട്ടെന്ന് ചാനൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ലൈക്ക് ചെയ്യാൻ മറക്കല്ല. കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഗായ്സ്, എല്ലാം ജെല്ലി ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ചൂടാണ്. ടേസ്റ്റ് ചെയ്തപ്പോൾ നാക്ക് പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ പോയി ആർത്തി വിളിച്ചാൽ അതിന് ടേസ്റ്റ് കഴിക്കാം. എടേ അവൻ എന്നാണ് ചെയ്യണേ? കാരണം എന്നോട് ചോദിക്കാതെ ഒരു പരിപാടിയും ചെയ്യുന്നു പറഞ്ഞില്ലേ. ഈ ക്യാമറ പിന്നെ ആര് പിടിക്കും? റോസ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് എന്തോ അപലക്ഷണം തോന്നുന്നുണ്ടോ ഗായ്സ്? റോസ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് റോസ് മിൽക്കാ. പാല് നോക്ക്, കളർ പോലും വെച്ചാ ഈ കളറിന് ആ കളറിന് എന്ത് വ്യത്യാസം നോക്കി. നീ അല്ലാതെ ഒഴുകി പോയി. വേണ്ട നോക്കി അവസാനം നോക്കിയിട്ട് നോക്കി ഒഴുകാം. ഇടയ്ക്കിടയ്ക്ക് മണത്തു നോക്കുന്നുണ്ട്. അവസാനം എന്റെ കുഞ്ഞോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ദൈവത്തിന് മാത്രം അറിയില്ല എന്നാ ഉണ്ടാക്കുന്നത്. രാവിലെ ആവുന്നതിന്റെ അവസ്ഥ. വാങ്ങിയില്ലാട്ടോ. എന്നെ ഉണ്ടാക്കുന്നു പറഞ്ഞു ലാസ്റ്റെങ്കിൽ പറയൂ. പേര് വെച്ചെങ്കിൽ പറയാം. തന്നെ വരാത്ത മാംഗോ റോസ് മിൽക്ക് ഷേക്ക്. മാങ്ങ തന്നെ വേണമെന്നില്ല, പിന്നെ തേങ്ങ ആയാലും മതി. മാങ്ങ തൊലി ഇഷ്ടമാണ്. പശുവിനും ഇഷ്ടം. കെട്ടിന് ഇഷ്ടമാണെന്ന് ചോദിക്കാം. എന്റെ കെട്ടുകൾ ക്യാമറ എവിടെ കുഞ്ഞാണോ? കയറിയില്ലേ? ചീത്തയാണോ കുരു? എന്നാ തൊലി തിന്നു. അത്ര തൊലിക്കാണ്. തിന്നു. മാങ്ങ ചെറുതായിട്ട് അരിയുക. മാങ്ങ തന്നെ വേണമെന്നില്ല. പൈനാപ്പിള്, തണ്ണിമത്തൻ, പേരയ്ക്ക, ആപ്പിള് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ ഇത് ഫുള്ളും എടുത്തത് ഫ്രൂട്ട് സലാഡ് പോലെ നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളുടെ താല്പര്യമാണ്. ആൻഡ്
എണ്ണം കുറയോ? ഒരു മാങ്ങോടെ പറഞ്ഞോളൂ. മാംഗോ തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ റെസിപ്പിയുടെ ഏകദേശം എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്രീസ് ആയിട്ടുള്ള ജെല്ലി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ജെല്ലിയാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നിങ്ങൾ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ജയിലിയാണ് എങ്ങനെയാക്കിയ? ഹാപ്പി ബർത്ത്ഡേ ടു യു. പാട്. ഹാപ്പി ബർത്ത്ഡേ ടു വണ്ടിപ്പന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു ഇതിനു മുമ്പേ ഞങ്ങള് താങ്കൾ ഇതുപോലെ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണോ? സത്യമാണ്. സോ നമ്മളുടെ ഹോം മെയ്ഡ് ജെല്ലി ഇതുപോലെ ജെല്ലി നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്തൂടെ? എന്താണ് താങ്കളുടെ അഭിപ്രായം? കടയിൽ കിട്ടണ മേടിച്ച് ചോദിച്ചാരാ വേണ്ട? കറക്റ്റ് മറ്റേ ഇതുപോലെ അതുപോലെ ജെല്ലി പോലെ, തണ്ണിമത്തം പോലെ. ജെല്ല് നമ്മൾ ഫ്രീസറിനകത്ത് വെച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ പാല് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കല്, അത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെ വേണം വെക്കാൻ. പാല് ചെറുതായിട്ട് റെഡി ആയിട്ടുണ്ട്. ചെറിയ തണുപ്പ് വേണം കേട്ടോ. ആദ്യം നമ്മള് മാംഗോ ആണ് ഇടാൻ പോകുന്നത്. മാങ്ങാപ്പഴം. ഗൈസ്, മാങ്ങ ഇട്ടു പീസ്. നമ്മൾ അടുത്ത ജെല്ലിയാണ് ഇടാൻ പോകുന്നത്. റോസ് മിൽക്ക് ജെല്ലി. ജെല്ലിയാണ് ഗൈസ്. നമ്മുടെ ഹോം മെയ്ഡ് റോസ് മിൽക്ക് ജെല്ലി. ഇത് കസ്കസ്. കസകസ മറ്റേ ബിരിയാണിക്ക് ഇടുന്നതല്ലേ? ഇത് കസകസയല്ല, ഇത് കസ്കസ്. ഇത് കസ്കസ്. ഇല്ല, രണ്ട് വേറെ വേറെ. എടാ, കസകസ എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ബിരിയാണിക്ക് ഇടുന്ന സാധന, വെള്ള കളർ പൊടി പോലെ ഇരിക്കുന്ന. ഇത് കസ്കസടാ പട്ടി. എടാ കസാ ഇല്ല, കസ്കസ്. പൊട്ടിക്കട്ടെ? മാത്രമായിട്ട് ഉണ്ടാക്കി ചെലവ് രണ്ട് ഡിഷ് ഉണ്ടാക്കണം. കാരണം ഉണ്ടല്ലോ. എന്തിനാ വരാത്തെ? ആ വീഡിയോ നീ കണ്ടായിരുന്നോ? തട്ടേക്കാട് പക്ഷി സങ്കേതം. അതെവിടെയാ ഉള്ളത്? കഴിഞ്ഞ ദിവസം വീഡിയോ ബാക്കി നമുക്കുള്ളതാ. റോസ് മിൽക്കിന്റെ ഫ്രോസൺ ആയിട്ടുള്ള ഒന്നാണ് ഗൈസ്. ഇത് ഓപ്ഷൻ ആണ് ഗൈസ്.
നമ്മൾ കഴിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ റോസ് മിൽക്ക് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇങ്ങനൊരു വെർഷനായിട്ടുള്ള ഒരു പുതിയ ഐറ്റം നമ്മളത് ആദ്യമായിട്ടാണ് കഴിക്കണത്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് സത്യസന്ധമായിട്ട് പറയാം കേട്ടോ. ടേസ്റ്റ് കൊള്ളത്തില്ല എന്ന് തന്നെ പറയാം. അപ്പം അത്യാവശ്യം കണ്ടിട്ട് അടിപൊളി ടേസ്റ്റാണെന്ന് തോന്നുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ പൊളിയാണ്. അപ്പോൾ കഴിച്ച് നോക്കിയാൽ അതിൻ്റെ അഭിപ്രായം നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. എന്ത് നോക്കിയാലും നമ്മൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ച് നോക്കാം. ഓക്കെ. പട്ടി കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ഗൈസ് രണ്ടും ഇങ്ങനെ മിക്സ് ചെയ്യുവാണ്. ഇതെന്താ സാധനം പോലും അറിയില്ല. ഒറ്റ വിശ്വസിച്ച് മധുരം ആവശ്യം മധുരമുണ്ട്. ടേസ്റ്റ് ഉണ്ട്. ഇത് മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് ഹെവി ആയിട്ടുണ്ട്. മധുരമുണ്ട്. മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് അതിൻ്റെ മധുരം ഒത്തിരി മധുരമായപ്പോഴും ബോറ. ആവശ്യം മധുരമുണ്ട്. റോസ് മിൽക്കിന് നല്ല ഹെവി ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ജെല്ലൊക്കെ ഇന്നോട്ട് അലിഞ്ഞു വരണം. ടേസ്റ്റ് ഉണ്ട്. ജെല്ലിൻ്റെ ടേസ്റ്റ് ഉണ്ട്. കടിക്കാൻ കണ്ടില്ല. ഹെവി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മധുരം പോരാ ഗൈസ്. മധുരം ആവശ്യമുണ്ട്. അവിടെ ചുമാറാണ്. അവിടെ നോക്കി പറ. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അയ്യോ ഞാൻ കഴിച്ച് നോക്കട്ടെ. കുഴപ്പമില്ല. ഒരു റിച്ച്നെസ് ആയിട്ടുള്ള ടേസ്റ്റാണ്. നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടൽ ഇതൊക്കെ വാങ്ങിച്ച് നിങ്ങൾ കഴിക്കുവാണെങ്കിൽ മിനിമം എത്രയാണ് 800 രൂപയെങ്കിലും മേടിക്കും. വീട്ടിലുണ്ടാക്കിയപ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റാണ്. ഫ്രൂട്ട്സ് നേരത്തെ തന്നെ മൈനസോ ഡ്രൈ നട്ട്സ്. ഞാൻ കേട്ടു മയോണൈസ്. ഓക്കെ. എന്താ അഭിപ്രായം? അടിപൊളി അഭിപ്രായം. പിടിച്ചിട്ട് കുറേ നേരം വീട്ടിൽ ഇഷ്ടമില്ലാത്ത ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലേ? ആക്ച്വലി നല്ല ടേസ്റ്റാണ്. പക്ഷേ മധുരം പോരാ. ഞാൻ മധുരം കുറച്ചായിട്ടെ. മിൽക്ക് മേഡ് വേണമെങ്കിൽ ഇത്തിരി കൊണ്ട് ഒഴിക്കാം. പക്ഷേ ആ ഡെപ്പിയിൽ നിന്ന് മിൽക്ക് മേഡ് വരത്തില്ല. ഞാൻ എൻ്റെ ചെയ്യട്ടെ. ഞാൻ കിടന്ന് പിടിയുമായിരുന്നു. പിടിക്ക് ഞാൻ കുടിക്കട്ടെ. കുഴപ്പമില്ല. ടേസ്റ്റ് മിൽക്ക് മറ്റേ റോസ് മിൽക്കിൻ്റെ ടേസ്റ്റ് ഹെവിയാണ്. നിൽക്കണേ. റോസ് മിൽക്കിൻ്റെ ടേസ്റ്റ് ഹെവിയാണ്. പിന്നെ എസൻസ് വേണമെങ്കിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എസൻസ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ചിലർക്ക് റോസ് മിൽക്കിൻ്റെ എസൻസിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർ അങ്ങനെ കുറച്ച് എസൻസ് ചേർത്താൽ മതി. പിന്നെ ടേസ്റ്റ് റിച്ച്നെസ് അത് നീ തന്നെ കൂടി.
ആണോ? കുറച്ചും കൂടെ ഫ്രൂട്ട്സ് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായനെ, നട്ട്സ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായനെ. അല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ചും കൂടെ നോക്കുവാണെങ്കിൽ തണുത്തിട്ട് ഓരോരുത്തർ താല്പര്യം അനുസരിച്ച് കുറച്ചുകൂടെ തണുപ്പിച്ച് കുടിക്കുക. അല്ലെങ്കിൽ വേറെ കാര്യമുണ്ട്, റോസ് മിൽക്ക് ഒഴിച്ചിട്ട് ഫ്രീസാക്കിയിട്ട് മിക്സിക്കകത്തിട്ട് ഡ്രിന്ന് അടിക്കണം പഴമൊക്കെ ഇട്ട്, എന്നിട്ട് എല്ലാം കൂടെ ഫ്രീസാക്കി. അത് അവൾ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറ്റിയാൽ ഞാനോ എൻ്റെ ചാനലോ ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഞാനും ഉത്തരവാദിത്തമല്ല കേസ്. ഓ പിടിച്ച് ഞാൻ കുടിക്കട്ടെ, എനിക്ക് പറയാനേ പൂച്ച കൂടി മൈക്കിനകത്ത്. വേറെ എന്നാ പറയാനാ ഗൈസ്, തലയൊക്കെ കറങ്ങുന്ന പോലെ ഉണ്ട് ഗൈസ്. ഈ വേനൽക്കാലത്ത് ഇങ്ങനത്തെ സാധനം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ അത് ചേർക്കുന്ന ചേരുവകൾക്കൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല അല്ല, അത് വേറെ നമ്മൾ നോക്കി കണ്ടാൽ മേടിച്ചത് നമ്മൾ ചൈനാഗ്രസം. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അവർ എന്തായാലും കഴിക്കും. അതെ, എന്തായാലും ട്രൈ ചെയ്യുക. കാര്യമായിട്ട് പറഞ്ഞാൽ അടിപൊളിയാണ് സാധനം. കണ്ട ഗ്ലാസ് മൊത്തം തീർത്തു, കുറച്ചുകൂടി ഉണ്ട്. ഇത്രയും കുറച്ചാവും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണാം, ചേട്ടാ.